ഗ്രേസ് ആൻഡ് വുഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരിയാർ ടൈഗർ റിസർവിനുള്ളിലെ എടപ്പാളയം വാച്ച് ടവറിലെ രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ സ്റ്റേയും ട്രക്കിങ്ങുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിനെ വഴി വെട്ടിയിട്ടേക്കുന്നതാണോ? അത് നമ്മുടെ ട്രക്കാത്ത് നമ്മൾ കാട്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ ഇതാണ് ആശ്രയിക്കുന്നത് ട്രക്കാത്ത് എന്ന് പറഞ്ഞാൽ. ഇത് കറക്റ്റ് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എത്തേണ്ട സ്ഥലം കൃത്യമായിട്ട് എത്താം. എല്ലാ വർഷവും ഇത് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ ക്യാമറ വെച്ചിരിക്കണം കടുവയുടെ കണക്കെടുക്കാൻ വേണ്ടി. കണക്കെടുക്കാനല്ലേ? ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസർ മോഷൻ ക്യാമറയാണ്. സെൻസർ ചെയ്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൻ്റെ ഇത് സെൻസ് ചെയ്താണ് ഇത് സെൻസർ വർക്കാകുന്നത്. അപ്പം അതിപ്പം നമ്മൾ കടന്നു പോയാലും ആനിമൽസ് പോയാലും ഇത് ഡിജിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ഫോട്ടോ രാത്രിയാണ് ഫ്ലാഷ് ചെയ്യും. പിന്നെ സഡൻലി ഫോട്ടോയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലും ആനിമൽസിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കിട്ടില്ല, അവരെ കടന്നു പോയി ഫോട്ടോ എടുത്ത് കാണും. നമ്മൾ അതിൻ്റെ പോയിന്റിൽ നിന്നുകൊണ്ട് കുറേ നേരം നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് അത് വീഡിയോ ആയി മാറും. ഒരു 2-3 ഒരു 10 സെക്കൻഡ് ചെറിയൊരു വീഡിയോയും കിട്ടും. ഒരു 20-25 ദിവസം നിരീക്ഷണത്തിലായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കുകയും വേണം. അപ്പോൾ ഓരോ സെക്ഷൻ ഏരിയയ്ക്കും ഫോറസ്റ്റിൻ്റെ എല്ലായിടത്തും ഇതുപോലെ ഡ്യൂട്ടി പോയിന്റുകളുണ്ട് ഓരോരുത്തർക്കും. അവിടെ സ്ഥിരം ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ. അവരിത് ചെന്ന് കാട്ടിൽ കിടന്ന് അപ്പോൾ അവരുടെ ഏരിയക്കാർക്കും വെച്ചിരിക്കണം. അവരിത് പോയി ഇടയ്ക്കിടയ്ക്ക് വല്ല മൃഗങ്ങളൊക്കെ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം ആന പൊതുവെ ഇതിൻ്റെ ഫ്ലാഷ് റൊട്ടേഷൻ ആകുമ്പോൾ കലിപ്പായി ആന വലിച്ചു പൊട്ടിക്കാറൊക്കെ ഉണ്ട്. ചെയിനിട്ട് ലോക്ക് ഇരിക്കേണ്ട കാരണം ആന വലിക്കില്ലെന്നാണോ, പക്ഷെ ആനയ്ക്ക് അതൊരു വിഷയമല്ല. ഇതുപോലെ വലിച്ചെറിഞ്ഞ് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നിരീക്ഷിക്കണം. കാരണം ഈ ക്യാമറയ്ക്ക് നല്ല വിലയുള്ളൊരു ക്യാമറയാണ്. ഇത് എക്സ്പെൻസീവാണ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് എളുപ്പമാണ് ഇതിൻ്റെ കടുവ എണ്ണ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ കടുവയുടെ ദേഹത്തുള്ള ഒരു കറുത്ത വരയില്ല, ഇത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെയാണ്. ഒരു കടുവയ്ക്കും മറ്റൊരു കടുവയ്ക്കും ഒരേപോലെ കാണില്ല. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ സ്ട്രൈപ്പെല്ലാം ഒരേപോലെ ഇരിക്കും. പക്ഷേ ശരിക്കും ഇത് സോഫ്റ്റ്വെയർ അനാലിസിസിലൂടെ ഇതേതൊരു ആനിമൽസിൻ്റെ കടുവയുടെ അല്ല, ഏതൊരു മൃഗത്തിൻ്റെ അസ്ഥി ഇതായതിൻ്റെ ഇതാണ്. ഇത് ശരിക്കും കാഷ്ടമല്ല സാറേ, ഇതുണ്ട് കുറച്ച് അസ്ഥികളൊക്കെയാണ്. ഇത് കണ്ടോ, ഇവിടെ കിടന്ന് ഇത് ദ്രവിച്ച് പൊടിഞ്ഞു പോവുകയാണ്. ഇതുണ്ടോ, ഇതുണ്ടോ, ഇതുണ്ടോ. എനിക്കൊന്ന് വലുതല്ല, എന്തോ ചെറിയ അനിമൽസിൻ്റെ. പിന്നെ ഈ വരകൾ കമ്പ്യൂട്ടറിൽ സ്കാനിങ് ചെയ്ത് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കടുവയാണ് എന്ന് അതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ നേരെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ വരകളും ഒരേപോലെ ഇരിക്കും. ഓക്കെ. അപ്പോൾ ഓരോ കടുവയ്ക്കും ഐഡൻറ്റിക്കലാണ്. പിന്നെ അതുപോലെ ഈ ഭാഗത്ത് ഈ തവണ കിട്ടുന്ന കടുവ അടുത്ത് സെൻസസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കടുവയുടെ ടെറിട്ടറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ, ആ കടുവ നിലവിലുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും പ്രോട്ടോക്കോളും കൊണ്ടൊരു നമ്മളൊരു സംഭവം ചെയ്യും. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതൽ മൃഗങ്ങളുടെ സാന്നിധ്യം കിട്ടുന്ന ഏരിയയിൽ പ്രത്യേകിച്ച് ചതുപ്പ് സ്ഥലങ്ങളും അങ്ങനെ പല പ്രദേശങ്ങളുണ്ട്. ഒരു ട്രയൽ പോലെ ഒരു ഏരിയ 100 മീറ്റർ കണക്ട് ചെയ്ത് അവിടെ ചെറിയ കളയൊക്കെ വെട്ടി തെളിച്ച് വെറും മണ്ണാക്കും. അതിലൂടെ കടന്നു പോകുന്ന മൃഗങ്ങളുടെ കാൽപ്പാട്, കാഷ്ടം ഇത് സെൻസ് ചെയ്താണ് നമ്മൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ എന്തൊക്കെ ആനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ടോ നമ്മൾ കണക്കൂട്ടുന്നത്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ പറയുന്ന ഈ നമ്മുടെ ഈ ക്യാമറ വയ്ക്കണ പോയിന്റുകൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെ കാൽപ്പാടും ഇതിൻ്റെ കാഷ്ടവും വീഴുന്നതും ഇതൊക്കെ വെച്ചാണ്. പിന്നെ കടുവ പൊതുവെ മരത്തിലാണല്ലോ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത്. അത് മരത്തിൽ മാർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതല്ലാണ്ട് നമുക്ക് ചില സ്ഥലങ്ങളിൽ പൂച്ചയൊക്കെ ചെയ്യുന്നില്ല. അതിൻ്റെ മോഷൻസ് പോയുന്ന സ്ഥലം, യൂറിയൻ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ പുല്ലുകൊണ്ട് മാന്തി കള്ള കൊണ്ട് മൂടി വെക്കില്ല, അതും കടുവ ചെയ്യും. അതൊരു ടെറിട്ടറിയാണ്, അതിൻ്റെ അധികം മാർക്ക് ചെയ്യുന്നത്. ഇത് കായാമ്പൂ എന്ന് പറഞ്ഞൊരു മരമാണ്. കായാമ്പ് കേട്ടിട്ടുണ്ടോ?
അതാണ് ഇത് സംഭവം. കായാമ്പൂ ഇതിനിപ്പം അടുത്ത മാസമൊക്കെ കഴിയുമ്പോൾ പതുക്കെ പൂത്ത് തുടങ്ങും. ഈ ഇവിടെ ഇച്ചിരി ഷെയ്ഡുള്ളത് കൊണ്ടാണ് പൂക്കാത്തത്. ഈ നിൽക്കുന്ന കായാണോ? അതെല്ലാം കായാമ്പൂവാണ്. അല്ല അത് കായ എന്ത് കായിൻ്റെ ഒരു ഇതുപോലെ. പക്ഷെ കായ ഇങ്ങനെയല്ല ഇതിൻ്റെ ശരിക്കും. ഒരു നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ഒക്കെ പോലെ ഉരുണ്ടിച്ചിരി ആ ഒരു തരം കളറാണ്, കറുത്ത നിറം തൊലിയോ. പക്ഷെ ഫ്ലവർ കാണാൻ നല്ല രസമാണ്. നല്ല രസമാണ്. കായാമ്പൂ മണമുള്ള എന്നൊക്കെ പറഞ്ഞ പാട്ട്. നമ്മൾ തിരിച്ചു വരുമ്പോഴേ നമ്മൾ നടന്നതിൻ്റെ ഒരു തടാകത്തിൻ്റെ സൈഡിൽ കൂടെ തിരിച്ചിറങ്ങാൻ ആ സൈഡിൽ നമുക്ക് നോക്കിയത് അവിടെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. അപ്പോൾ അത് എല്ലാ പ്രാവശ്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഇത്രയും ഷെയ്ഡുള്ളത് കൊണ്ട് ചേന അങ്ങനെ മിക്കവാറും വളരെ കുറവാണ്. പെട്ടെന്ന് നീയാ ആ മല. നമ്മൾ ഇപ്പോൾ കയറാൻ പോകുന്ന ഒരു മലയുടെ തുടക്കമാണ്, ഒരു കണക്കിലേക്കാണ്. ഇടയ്ക്കല വരുന്നു. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലോ. ഇത് തന്നെ കോഴി വേഴാമ്പ്. കായാമ്പൂ ഇനത്തിൽപ്പെട്ടതും പിന്നെ മറ്റു മരങ്ങളും ഉണ്ട് ഇല പൊഴിയാത്തത്. അപ്പം അങ്ങനെ മിങ്കിളായിട്ട് നിൽക്കുന്നതാണ്. ഇതിൽ നിന്ന് കുറച്ച് ദൂരം പോയാലും മാത്രമേ കംപ്ലീറ്റ് നമുക്ക് എവർഗ്രീൻ മരങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ മിക്സഡ് ആണ്. അതെ. ഇതൊക്കെ ഇത് മരുതിയാണ്. ഇത് മരുത്, ഈ കറുത്ത ബാർക്കുള്ള ഒരു മരുത്. ഇത് ഏഴിലക്കണ്ണി, പട്ടത്താളി എന്ന് പറഞ്ഞ പല പേരുകളിൽ പറയുന്നുണ്ട്. ഇത് ഈ നിൽക്കണം ഈ വെള്ള കളർ ബാർക്കുള്ള ഈ ചെറിയ മരം. ഇത് നമ്മൾ ഇന്നലെ തുടക്കത്തിൽ ഇന്നലെ വരുമ്പോൾ നമ്മൾ കാണിച്ചു തന്നില്ലേ ഒരു മരം ഉണ്ടല്ലോ, അതാണ്. ഇത് സോഫ്റ്റ് വുഡാണ്. ബാക്കി മരുതാണ് കൂടുതലിവിടെ. പിന്നെ വെണ്ണിലാവുണ്ട്, ദൈവനിക്കാവുണ്ട്. വെണ്ണിലാവ് അറിയാലോ? വെള്ളിലാവുന്നാണോ വെണ്ണിലാവുന്നാണോ? വെണ്ണിലാവെന്നാണ് ശരിക്കും എൻ്റെ പേര്. വെണ്ണിലാവ് എന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ ബാർക്കുണ്ട് ഒരു വെള്ള നിറമായിട്ട് സാമ്യമാണ്. അപ്പോൾ നിലാവുള്ള സമയത്ത് ഈ മരം ഇച്ചിരിയും കൂടെ ബ്രൈറ്റ് ആയിരിക്കും. വെളിച്ചം കിട്ടുമ്പോൾ വെള്ള കളറുള്ളത് ഇച്ചിരി കൂടെ ഒരു വെളിച്ചം നമുക്ക് എന്തോ തോന്നുന്ന പോലെ തോന്നും. എന്നാലാണ് വെണ്ണിലാവ് എന്നൊരു പേര് അതിനുള്ളത്. ഇത് വലുതാകുന്ന മരമല്ലേ? പക്ഷേ ഫർണിച്ചറിന് യൂസ് ചെയ്യുന്നതല്ല, കൊള്ളുന്നല്ല. കാരണം മരുതിക്കൊപ്പം മരുതി കേക്കും നമ്മളൊക്കെ ഫർണിച്ചറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. ഇതിനൊരു ഫൈബർ കൂടുതലാണ് ഈ മരത്തിന്. അപ്പോൾ ഇത് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടില്ല, നാരുകൾ കൂടുതലാണ്. ഏതാ ഇഞ്ചിയല്ല, ഇഞ്ചിയുണ്ട് നമ്മൾ കാട്ടിനകത്ത്, പൊടിയിൽ ഇഞ്ചിയാണ്. പക്ഷേ ഈ ഭാഗങ്ങളിലില്ല. നമ്മൾ വേറെ ഭാഗങ്ങളിൽ കൂടെ പച്ചയൊക്കെ കിട്ടും. മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്. പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നൊക്കെയാണ്.
ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കടകളിൽ കിട്ടുന്ന കൂട്ട് വലിയ ഇഞ്ചിയല്ല, ആ തീർത്തും പൊടിയും ഇഞ്ചിയാണ്. ആ ആ ഭയങ്കര എരിവും ഗുണവുമാണ്. അതെയോ? ഏകദേശം കാട്ടിഞ്ചി. അവൻ്റെ ഇഞ്ചിയുടെ വലിപ്പം ഇത്രയൊക്കെ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ വണ്ണം ആ ഇത്രയും വണ്ണമൊക്കെ കിട്ടത്തുള്ളൂ. അതിന് ഒരു ചെറിയൊരു പീസ് എടുത്ത് നമുക്ക് നാവിൽ വെച്ചാൽ തന്നെ നല്ല എരിവ് ഫീൽ ചെയ്യും. ആ സെറ്റപ്പ് സാധനമാകും നാടൻ ഇഞ്ചി. ആ ആ മഞ്ഞളും അതുപോലെ ഉണ്ട്. ആ മഞ്ഞൾ എടുത്ത് ഒടിച്ച് നമ്മൾ ക്യാരറ്റ് ആ ആ അതുപോലെ നല്ല ഓറഞ്ച് കളർ. ഇഞ്ചിയേക്കാളും കൂടുതലും മഞ്ഞൾ. കാട്ടുമഞ്ഞൾ പറിക്കല്ലേ? ആ എടുക്കും ആൾക്കാരെടുക്കാത്തുള്ളത്. ആ അടിപൊളി വളർത്തുള്ള മണ്ണിനകത്ത് വളരുന്നത് ഇതിനകത്തൊരു പ്രത്യേകതയാണ്. ഇത് മൊത്തം കായാൻ പോകും. ആ അതെ അല്ലേ? ഒന്ന് രണ്ട് മരങ്ങൾ മാത്രമേ ഈ തരത്തിലുള്ള മരങ്ങളാണ് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ ബാർക്ക് കണ്ടോ ഒരു പ്രത്യേക തരം, ആ ആ ഇതെല്ലാം കായാൻ പോകുന്നത്. ഇതിൻ്റെ ബാർക്ക് വേറെയാണ്. ആ ആ ഇവിടെ മുഴുവൻ ഇത് തന്നെയല്ലേ? നല്ല രസമല്ലേ? ആ അതെ, നല്ല നല്ല തണലും. ഇപ്പം എത്ര വെയിലടി വെളിയിൽ പുറത്ത് നല്ല ചൂടായാലും ഇവിടെ പുറത്ത് നല്ലൊരു കൂളിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഇച്ചിരി നമ്മളൊരു അത്യാവശ്യം ഒരു വൈകുന്നേരം ആണെങ്കിലും പുലർച്ചയൊക്കെ ആണെങ്കിൽ തന്നെ ചെറിയ വെളിച്ചം വെളിയിലുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഇരുട്ട് ഫീൽ ചെയ്യും. ഇത് അടഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് വെച്ചുപിടിപ്പിച്ചൊന്നും അല്ല, തന്നെ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മളൊന്നും വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം തന്നെ വളരുന്നതാണ്. ഈ ശബ്ദം കേൾക്കുന്നത് മൈനയുടെ ശബ്ദമാണ്. മൈനയല്ലേ? അതായത് നമ്മൾ ജംഗിൾ മൈന എന്ന് പറയും. ജംഗിളല്ല, സോറി, ഹിൽ മൈന. അതായത് കാട്ടുമൈന. കാട്ടുമൈന. ഈ ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ കാണും. ആ ആ വളരെ സൂക്ഷിക്കണം. സാറേ പെട്ടെന്ന് ഏഴാമൻ്റെ കോള് വെക്കുമ്പോൾ മയിലാന്ന് തോന്നുന്നില്ല. ഇനി വേഴാമ്പലിനെ കാണാനെന്ന് പറയണേ. ആ നമ്മുടെ കോഴി ഏതാ ആ കോഴിയോ മറ്റേതോ മക്കളെ കിട്ടിയ വളരെ ഉപകാരമാണ്. നമുക്കൊരു ആഗ്രഹം. സോറി, ഈ കോളല്ല, ഫസ്റ്റ് ഒരു കോള് വെച്ചായിരുന്നു. ഇതേ സാറേ, ഇതേതാ? ഇവിടെ ഉണ്ട് സാധനം പോയി. ഒന്ന് മാറിയാൽ ഇതേതാ? ഇത് ജസ്റ്റ് നമ്മൾ മരക്കൊന്ന് പറയുന്നു. പണൽ മഷ്റൂം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ശരിക്കും നമുക്ക് എഡിബിൾ അല്ല, കഴിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ഇത് വിഷവുമല്ല. ഇത് ജസ്റ്റ് ഒരു നമ്മൾ തൊടുമ്പോഴത്തേക്ക് അതിന് വെറുതെ ഒരു റബ്ബർ ഇല്ല ഫൈബർ ഒരു കോട്ട് പോലെ നമുക്ക് തോന്നും. വേറെ യൂസ് ഒന്നുമില്ല, കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഇത് അല്ലേ? അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരുപാട് ഇതിൻ്റെ തന്നെ വെറൈറ്റികൾ നമ്മുടെ വനത്തിലുണ്ട്. കാണാൻ നല്ല ഭംഗിയൊക്കെ. ആണോ? മലയാണ്. ഇതെങ്ങാനും കൂട് കാണുമായിരിക്കും അല്ലേ? കൂടുണ്ടോ? ഇലകൾ കൂട്ടി ആ ആ അതവൻ്റെ കൂട്.
ചില ടൈപ്പ് മുള്ളുകൾ ഇച്ചിരി കാട്ടുണ്ട്. പക്ഷെ ഇതിലിപ്പം മുള്ള് നമുക്ക് അറിയാൻ പറ്റില്ല. ആരാണ്ടൊക്കെ നമ്മുടെ നടക്കുന്നവർ ചെറുതായിട്ട് കളഞ്ഞിട്ടുണ്ട്. വേണ്ട ഈ സൈഡിലുണ്ട് മുള്ള്. വേണ്ട തീരെ ചെറുതാണ്. വേണ്ട കുഞ്ഞൻ സൈസിനായിട്ട് ഇതുണ്ടോ. ഇത് മുഴച്ചിരിക്കും. പക്ഷെ എൻ്റെ അറ്റത്തായിരിക്കും കുഞ്ഞൊരു മുള്ളിരിക്കണം. മേളിലുണ്ട്. ഇതിട്ട് ഈ സാധനത്തിൻ്റെ തടി ഇതെടുത്ത് ഈ വെള്ളത്തിലിട്ട് വെള്ളം തിളപ്പിക്കും അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അല്ലല്ല ഇല്ല, കാണത്തില്ല. ഇവിടെ നിൽക്കും. സാറ് വിളിക്കുന്നുണ്ട് ചെറിയ സാറേ. കറക്റ്റ് കിട്ടും. ഇത് പിടിച്ച് വീഡിയോ ഓഫ് ചെയ്തു. അല്ല, നമ്മൾ ഇന്നലെ വൈകുന്നേരം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നമ്മളില്ല. അപ്പോൾ അവിടെ ഇതിലേക്ക് അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ തടാകത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് തിരിച്ചാണ് ഈ ചരിവ് കയറി പോകണം. ഇത് ആന കുത്തിപ്പൊളിച്ചാണ് തോന്നി. മരം ഇത് മറ്റേ ഇതാ ഞാൻ പേര് കാട്ടുജാതി. ജാതി മരം. പത്ര ജാതിപത്രി എന്നൊക്കെ നമ്മൾ പറയുന്നില്ല മറ്റേ. അതാ മരം അതിൻ്റെ. അപ്പോൾ ഇത് പുതിയതാണല്ലോ. ഇത് അധികം പഴക്കമില്ലാത്ത വാട്ടലുണ്ട്. ഇച്ചിരി ഉണക്കമുണ്ട്. 1-2 ദിവസം അതിൽ കൂടുതലുണ്ടാവും തോന്നുന്നു. ഇത് ആൾക്കാർ ഇതിൻ്റെ കാ പറിച്ച് ഇതിൻ്റെ കുരു നമ്മൾ ഉപയോഗിക്കാറില്ല. ജാതി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പൂവാണ് ഇതിന് ആൾക്കാർക്ക് ആവശ്യം. അതെടുത്തിട്ട് അത് പൂ മാത്രം പൊളിച്ചെടുത്തിട്ട് ഉണക്കി കൊടുക്കും വിൽപ്പന. ശരിക്കും ജാതിക്കല്ലേ? അത് തന്നെ ജാതിയുടെ തന്നെ. ഇത് കാട്ടിൽ തന്നെ. ഇവിടെ നമ്മൾ ജാതിപത്രി മരം എന്നൊക്കെ പറയും. ജാതി മരം എന്ന് പറയും. ഇതിൻ്റെ പൂ മാത്രം അല്ലേ? പൂ മാത്രം. മറ്റേ അതിനെ കുരു ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ എത്ര ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. പൂവാണോ ഈ കിടക്കുന്നത്? അല്ലല്ല, അത് ഇതിൻ്റെ നാര് തന്നെ പൊളിഞ്ഞു. ഇത് ശരിക്കും ആനകൾ പൊതുവെ കഴിക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും വയറ്റിലെ അസ്വസ്ഥതകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ മരുന്നായിട്ട് ഉപയോഗിക്കില്ലേ, അതുപോലെ ആവശ്യങ്ങൾക്കാണ് ഇവർ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും മോഷൻ പ്രോബ്ലംസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയറ്റിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവർക്ക് തന്നെ സെൽഫ് മരുന്നുകൾ അവർ ഉപയോഗിക്കും. ഇത് ഈ മരം മാത്രമല്ല, പല മരുന്നുകളും മരങ്ങളുടെ തോലുകളും ഇവർ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ സ്റ്റേ ചെയ്യണ മാസ്റ്ററിൻ്റെ തന്നെ നമ്മുടെ സ്റ്റെയറിനോട് ചേർന്നൊരു മരം നിൽക്കുന്നില്ല. അത് ഉന്നമരം എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അതിൻ്റെ ബാർക്ക് നമ്മൾ പൊളിച്ചിട്ട് നോക്കുക തന്നെ നല്ല വഴുവഴുപ്പുണ്ട്. വെണ്ടയുടെ വഴുവഴുപ്പില്ല അതുപോലെ. അത് മലബന്ധം അങ്ങനെ പ്രശ്നങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്. അത് പൊളിച്ച് നല്ലോണം കഴിക്കാണ്. അതുപോലെ മിക്ക മരങ്ങളുടെയും പൊളിച്ച് കഴിക്കും. തേക്കിൻ്റെ പൊളിച്ച് കഴിക്കുന്നുണ്ട്. അവിടെ ഒരു വെള്ള കളർ ഇത് കണ്ടോ? അസ്ഥി കാട്ടിയുടെ അസ്ഥിയാണ്. മറ്റേ തല കടുവ പിടിച്ച. പോയി നോക്കാം. അത് ശരിക്കും നമ്മൾ ചുറ്റുപാടെ തിരിച്ചു പോകുന്നിടത്ത് നമ്മുടെ ലൈക്കിൻ്റെ സൈഡിൽ കൂടെ പോകണം. ആ സ്ഥലം കാണിച്ചു തരാതെ അതിൻ്റെ അവിടെ നിന്നാണ് ഇവൻ തിരിച്ചിട്ടിട്ട് ആൾക്കാരുടെ പ്രസൻസ് ഇത് മാറ്റി അത്ര ദൂരം വഴിച്ചരച്ച് കൊണ്ടിട്ടാണ് ഇവരിട്ട് കഴിച്ചത്. ഇപ്പം ഒരു 2 കൊല്ലമായി കാണും. 2 കൊല്ലം പഴക്കമുള്ള. 2 കൊല്ലമുണ്ട്.
ഇതൊക്കെ മൃഗങ്ങൾ നടക്കുന്ന പാതയാണ്. അല്ല, ഇത് നമ്മൾ ഇതിൽ തൊട്ട് മേളിലൊരു പാറയുണ്ടേ. അവിടെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇപ്പോൾ വെള്ളം വരണ്ട് കിടക്കുക. വെള്ളം വരുമ്പോൾ നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒരു ഫീൽ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ വഴി ഉണ്ടാക്കിയതാണ്. നോക്കട്ടെ, അവിടെ കിടപ്പുണ്ട് സാധനം. അതിലേ ഉണ്ട് രണ്ട് കഷ്ണമുണ്ട്. അല്ല പിന്നെ കരിയിലെല്ലാം മൂടി പകുതി മണ്ണിൻ്റെ. എന്താ കയറിയാൽ മതിയോ ഇത് 10 രൂപ. ഇതിൻ്റെ പഴം കാരണം വേഴാമ്പൽ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നായിരുന്നു, ഇത് വെള്ളം കുടിക്കത്തില്ല, മഴക്കാലത്ത് മാത്രമേ വെള്ളം കുടിക്കുള്ളൂ, ഒറിജിനൽ വെള്ളം. കാരണം ഇത്രയും വലിയ പട്ടി കാട്ട് നദിയിലോ ചെറിയ തോട്ടിലൊക്കെ ഒന്ന് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇതിന് പെട്ടെന്ന് വേട്ടയാടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഇവരുടെ പ്രൊഡക്റ്റേഴ്സ് വേട്ടയാടെ കുടിക്കും. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ മഴക്കാലത്തെ വെള്ളമേ കുടിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഇതുപോലത്തെ സമയങ്ങളിൽ ഈ അത്തീതമാണല്ലോ ഇതല്ല, ഇത് കൂട്ടി പഴങ്ങൾ കഴിച്ചാണ് അതിൻ്റെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കരടി ഇത് പുതിയതാണോ? ഇച്ചിരി പഴയ, അത്ര പുതിയതല്ല. അപ്പോൾ പൊതുവെ ഇങ്ങനെ വേനൽക്കാല സമയത്ത് ഈ കൂട്ട് പഴങ്ങളൊക്കെ കഴിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരും ഈ പറയുന്ന സംഭവം ശ്രദ്ധിക്കാറുണ്ട്. മല എത്തി കേട്ടോ, സ്വപ്പം കൂടെ കയറുന്നുണ്ട്. ഈ മല കയറാൻ ഇതൊക്കെ കരടിയുടെ തന്നെയാണോ? അതും കരടി തന്നെ സാറേ. ഈ മല കയറാനായിട്ട് എളുപ്പം വരും. വലിയ കരടിയല്ലേ? കരടിയുടെ പ്രധാന ഭക്ഷണമല്ല വണ്ടൊക്കെയാണ്. ചെറിയ വണ്ട് പ്രാണി നമ്മൾ നേരത്തെ പോലെ ചാണകമുണ്ട് കരടി കഴിക്കുന്നു. അതെയോ?
അതാണ് കരടിയുടെ മെയിൻ പ്രശ്നം. പിന്നെ ചെറിയ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഓർത്തോണ്ടിരിക്കുന്ന കരടി എപ്പോഴും തേനേ കഴിക്കുള്ളൂ. അപ്പം തേൻ സീസണിലാണ് കഴിക്കണത്. മറ്റുള്ള തേനില്ലാത്ത സീസണിലുണ്ടല്ലോ, അപ്പോൾ സാധാരണ പുഴുക്കളും മണ്ടൊക്കെ കഴിക്കാറുണ്ട്. അല്ലാതെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെയൊന്നും അധികം കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്നതായിട്ട് നമ്മളങ്ങനെ കേട്ടിട്ടില്ല. ഈ വണ്ടു പ്രാണികളൊക്കെ കഴിക്കുന്നുണ്ടാവും. പഴയ ഉപേക്ഷിച്ച കൂട് കിളിക്കൂടിരിക്കുന്നു. ഏതാ? മുട്ടയിപ്പോൾ അടുത്ത മുട്ടയുണ്ടോയെന്ന് അറിയില്ല. ഒരു കിളിക്കൂടിരിക്കുന്നു ഈ ചെറിയ മരുതേൽ. ബുൾബുളൊക്കെ ആയിരിക്കും ചിലപ്പോൾ. കിട്ടുന്നുണ്ടോ വേറെ? എന്നാ നിൽക്ക ഒരു മിനിറ്റ് ഇത് പിടിച്ച് നോക്കി. ഓക്കെ. കൂടിയ മല, ആ മലയുടെ അങ്ങപ്പുറത്തൊരു മല ഉണ്ട്. ആ രണ്ടിൻ്റെ ഇടയിലാണ് ശരിക്കും ഡാം. അത് നമുക്ക് വള്ളക്കടവ് റേഞ്ചിൻ്റെ കീഴിലാണ് ഡാം ഉള്ളത്. അതൊരു പ്രത്യേക ഒരു ഫീലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഉണങ്ങി ഒരു വേറൊരു സ്ഥലമാണ്. മഴ കയറി വരുമ്പോൾ കോട സമയത്തും പക്ഷെ ഓരോ ഭംഗിയാണ്. അതെ അതെ. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ശ്രദ്ധിച്ചറിയാം ഈ വനങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ടാവും. കുറച്ച് ഏരിയ കൊണ്ട് പച്ചപ്പുണ്ട്, മേളിൽ നമ്മൾ ഉണങ്ങി. അത് കാരണം ഉണങ്ങിയെന്ന് വെച്ചാൽ മരം ഉണങ്ങിയതല്ല, ഇല ഒഴുകി നിൽക്കണം. എല്ലാവരും മൊബൈൽ നെറ്റ്വർക്ക് നോക്കി പോയിരിക്കുന്ന ഫോൺ വിളിക്കാൻ വേണ്ടി.
ട്രൈബൽസിൻ്റെ മീൻ പിടിക്കുന്ന വലയം കൊഞ്ചിയൊക്കെയാണ്. ബുദ്ധിമുട്ടുള്ളിടത്ത് കാല് ജയിച്ചു വെക്കണം. വട്ടം നല്ല ബുദ്ധിമുട്ടുള്ളിടത്തെ കാല് വട്ടം വെച്ചാൽ കരിഞ്ഞിറങ്ങുന്നുണ്ട് കുത്തി. കുരങ്ങ മ്ലാവാണ്. ഇപ്പോൾ പിടിച്ച പുല്ലില്ല സാറേ, ആ പുല്ല് സൂക്ഷിച്ച് വേണം പിടിക്കാൻ. ഹരം പോലെ. ആ അത് തന്നെ പുല്ല്. ഇലയിലെ സ്ലിപ്പാകാതെ സൂക്ഷിക്കണം. നിങ്ങൾ തട്ടുന്നതാണോ? അത് നമ്മുടെ ആൾക്കാർ ഈ അടയാളത്തിന് മറ്റേ ഈ പണ്ട് മുതലേ പണ്ടൊക്കെ ആൾക്കാർ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. വഴി അറിയാനോ? വഴി അറിയാനും. അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ 4 പേരില്ലേ, നമ്മൾ 4 പേര് പോയിട്ടുണ്ടെങ്കിൽ പുതിയൊരു വഴി കൂടെ കയറുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 4 വെട്ടുമാർക്ക് നമ്മൾ വെക്കും. നമ്മൾ പോണ എത്ര പേരാണോ അത്രയും തരാം. അപ്പോൾ ഈ പുറയിൽ നമ്മുടെ പുറയിലോ ഇല്ല നമുക്കോ തിരിച്ചു വരുമ്പോൾ ആ ഒരു മാർക്ക് തിരിച്ചറിയാനും അപ്പോൾ ഇതിൽ കൂടിയാണ് നമ്മൾ വന്നതെന്നറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പുറയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതുവഴി 4 പേര് പോയിട്ടുണ്ട് തിരിച്ചറിയാൻ വേണ്ടിയാണ്.
പണ്ടൊക്കെ ഈ മൊബൈലും ആ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കാട്ടിലാണേലും ഇപ്പോഴാണേലും മൊബൈൽ ഉണ്ടായിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പം നമുക്ക് തിരിച്ചറിയണം നമ്മുടെ കൂടെ വേറെ ഒരു 2 പേര് വരാനുണ്ട്. അവർ പുറകിൽ വന്നോളാന്ന് പറഞ്ഞ് നമ്മൾ മുന്നേ കയറിപ്പോയി. അപ്പോൾ നമ്മളൊരു വഴി കൂടെ പോയിട്ട് അവർക്ക് വന്ന വഴി അറിയാൻ വേണ്ടി അല്ലെങ്കിൽ മാർക്കിട്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതിപ്പോഴും ചിലർ തുടരുന്നുണ്ട്. വെട്ടി വെച്ചാണ് അതുവഴി പോകണം നല്ലതായിരിക്കും കേട്ടോ. അവർ പോണ പോലെ ഇതുവഴി ഇറങ്ങാതെ നല്ല തെറ്റുണ്ട്. സൂക്ഷിച്ച് ആനത്താരയല്ലേ? ആനത്താര കൂടെയാണ് നമ്മുടെ പോക്ക്. ഇതുപോലെ കാട്ടിലൊക്കെ നേരത്തെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തു? ഇല്ല, ഇതുപോലെ അകത്ത് സ്റ്റേ ചെയ്യുന്ന ആദ്യം. കാടിൻ്റെ സൈഡിലൊക്കെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട് റിസോർട്ടിലൊക്കെ. വയനാടും അങ്ങനെയൊക്കെ മസനഗുഡിയും. അവിടെയൊക്കെ മൃഗങ്ങളെ ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ? മസനഗുഡിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ. ബന്ദിപ്പൂര്. ബന്ദിപ്പൂർ തൊട്ടടുത്ത് കടുവ കിട്ടിയത്. ആ സവാരിക്ക് പോയി. 35 സബ്സ്ക്രൈബേഴ്സ്. ഞങ്ങളങ്ങനെ ഓഡിയോ എന്തെങ്കിലും സംസാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? അധികം ആയിട്ടില്ല. അതൊന്നും അത്ര ഒരു നമ്മൾ പരിചയമായില്ലല്ലോ. ബോക്സ് ഉണ്ട്. ആ സെപ്പറേറ്റ് നമ്മൾ വാങ്ങുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള കോമ്പോസെറ്റ് കിട്ടും. എന്നിട്ട് അതിൽ കൂടെ ഫോട്ടോസ് എടുത്താൽ നമുക്കിപ്പോൾ സാറ് ഉപയോഗിക്കുന്ന പോലെ ലെവലിൽ വരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ആ മേളിൽ കണ്ടവനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി ചെറുതാണ്. മറ്റേ നല്ല സൈസ് ഉണ്ടായിരുന്നു. പണ്ട് പോലെ ഒരു വർഷങ്ങളായിട്ട് യാത്രകളുണ്ട്. അതുപോലെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും ഉണ്ട്. അതൊക്കെ എടുത്ത് ഇപ്പോഴും ചിലപ്പോൾ ഇടും. പിന്നെ ഇതിന് മുന്നേ ഇരിക്കാനുള്ളൊരു മടിയുണ്ട്. സമയത്തിന് പോകും. നേരത്തെ ഞാൻ മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഈ ആപ്പുണ്ട്. ഷോർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ക്യാപ്കട്ട് കുറേ പേരൊക്കെ ഉണ്ട്. നമ്മളെ കൂടെ പറയും ചെറിയ ചെറിയ അങ്ങോട്ടേക്ക് വീഡിയോ ചെയ്യും. അങ്ങനെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. കാട്ടി ഊരാ ഗ്രാസ്
ഓഫീസിൽ ഒരു 10 പീസേ തന്നുള്ളൂ. 20 പേര് കൊണ്ട് 10 പീസ് ഉപയോഗിക്കണം. എപ്പോഴും അടിയാണ്. എനിക്ക് കിടക്കണം, നിനക്ക് കിടക്കണം. കുറേ ആൾക്കാർ തന്നെ ഇത് എടുത്ത് അവൻ്റെ ബാഗിലിട്ടിട്ട് അവരത് ഓണറായിട്ട് കൊണ്ട് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഞാൻ കരുതിക്കൂട്ടി അപ്പോൾ ഒരു ഭയനം മേടിച്ചേക്കാം. അപ്പോൾ ആ മേടിക്കൊക്കെ ചെയ്യാനും വളരെ അത്യാവശ്യം. അങ്ങനെ ഭയനം മേടിച്ചേക്കാം കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പശുവിന് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കാം ഒരു ഭയനം. അപ്പോൾ ഇത് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ഭയനം എനിക്കെടുത്തൊക്കെ ഞാൻ പൈസ തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എടുത്ത കുഴപ്പമില്ല, തവണ മുറക്കില്ല, അങ്ങനെ പുള്ളിക്ക് കൊടുത്തോണ്ടിരിക്കുക. പുള്ളി നല്ല വൃത്തിക്കാണ് സൂക്ഷിക്കുന്നത്. ഒരു ഗ്രീൻ ബാക്കിൻ്റെ സമയം 2.5 മണിക്കൂർ. ഫുൾ ടൈം കാട്ടിനകത്ത് ഭയങ്കര സൗഖ്യമായിരിക്കും. പകൽ സമയത്ത് പോലും ഭയങ്കര സൗഖ്യം. ആൾ നല്ലൊരു പൂസ് വന്നിട്ട് പറക്കാനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു. നമ്മളതിനെ ശ്രദ്ധിക്കുന്നുണ്ട് കണ്ടപ്പോഴേ.